ഗൈസ് ജിയോഫോട്ടോക്കിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. വേറൊന്നുമല്ല, നമുക്ക് ഇത്രയും കാലം നമ്മൾ ഷോർട്ട് വീഡിയോസിന് നമുക്ക് തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ലായിരുന്നു അല്ലേ. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഷോർട്ടിന് വ്യൂസ് തീരെ കുറവാണ്. ഇപ്പം നമുക്ക് ഇപ്പം തുറക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ആയി വരും. പിന്നെ നമുക്കറിയാം ഷോർട്ടിന് കൂടുതൽ നമുക്ക് വ്യൂസ് വരുന്നത് എങ്ങനെയാണ്, ഷോർട്ട് ഫീഡിൽ കൂടെയാണ് പോകുന്നത്. മറ്റേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പോയിട്ട് പോലെയല്ല നമുക്ക് കൂടുതൽ ഷോർട്ടിന് വ്യൂസ് വരുന്നത്. ഒരാൾ നമ്മുടെ നമ്മൾ വീഡിയോ അങ്ങനെ സ്വൈപ്പ് ചെയ്ത് കാണുന്ന സമയത്ത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഒരു അട്രാക്റ്റീവ് ഉള്ള സംഭവം അതിനകത്ത് ഉണ്ടെങ്കിലാണ് കൂടുതൽ ആൾക്കാർ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള തമ്പനയിൽ കൊടുക്കണം. ഇത്രയും കാലം നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഒരു ഭാഗം മാത്രമേ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്കറിയാം, ഞാൻ അതൊന്നും സ്ക്രീൻ റെക്കോർഡ് കാണിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ വീഡിയോ തന്നെ ഒരു ഭാഗം നമുക്ക് കാണിക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ലോങ് വീഡിയോക്ക് എങ്ങനെയാണോ തമ്പനയിൽ കൊടുക്കാൻ പറ്റുന്ന പോലെ അതുപോലെ കസ്റ്റം തമ്പനയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം തമ്പനയിൽ നമുക്ക് എന്ത് ചെയ്യാനാവും, ഷോർട്ട് വീഡിയോ കൊടുക്കാനാവും. നമുക്കറിയാം ChatGPT ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സാധാരണ ഷോർട്ടിന് തമ്മിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനകത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് സ്ക്രോൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു തമ്പനയിൽ അവിടെ കാണും അല്ലേ, ഷോർട്ടിന്. അങ്ങനെയൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിനി നേരിട്ട് തന്നെ നമുക്ക് ലോങ് വീഡിയോയ്ക്ക് തമ്പനയിൽ കൊടുക്കുന്ന പോലെ തന്നെ കൂടുതൽ ക്ലിക്ക് ബൈറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൊണ്ടുവരുന്ന ആൾക്കാരെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന അടിപൊളി തമ്പനയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലോങ് വീഡിയോയ്ക്ക് കൊടുക്കാനാവും. ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാത്തതിൻ്റെ കാര്യം അതാണ്. സ്ക്രീൻ റെക്കോർഡ് കാണിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇപ്പം നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് എനേബിൾ ആയി കിട്ടിയിട്ടില്ല. നമുക്ക് ക്രോം ബ്രൗസറിൽ, അതായത് ഡെസ്ക്ടോപ്പിൽ, കമ്പ്യൂട്ടറുള്ള ഒരു കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ ഫോണിലാണ് ചെയ്യുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈഡിലേക്ക് കയറുന്ന ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഷോർട്ട് വീഡിയോയ്ക്ക് തമ്പനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ കാണിച്ചേക്കാം. അതായത് യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, കണ്ടന്റ് എടുത്തിട്ട് അവിടെ ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാം. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കസ്റ്റം തമ്പനയിൽ കൊടുക്കാനുള്ള ലോങ് വീഡിയോ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അത് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് താമസത്തിലാണ് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് ആ ഒരു സംഭവം വരും. നമുക്ക് സിമ്പിളായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ കയറിയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം കുറച്ച് ദിവസമായിട്ട് നമുക്ക് ഈ ഒരു ക്രോം ബ്രൗസർ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആയി കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ പണ്ടത്തെ പോലെ തന്നെ ലോഗിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ ഒരു കുറേ കാലമായിട്ട് അറബി വേർഡ്സ് കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ടും പിന്നെ ഗൂഗിൾ ഹെൽപ്പ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആ ഒരു സംഭവം കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് ലോഗിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ഏത് പ്രായമുള്ള ആൾക്കാർക്കും സിമ്പിളായിട്ട് അതിനകത്ത് കയറിയിട്ട് ഇതേപോലെ തമ്പനയിൽ കൊടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യുക. ഇനി കിട്ടുന്ന ഷോർട്ട് വീഡിയോ ഒക്കെ നല്ല അടിപൊളിയുള്ള തമ്പനയിൽ ChatGPT ഉപയോഗിച്ചിട്ടോ അല്ലാതെ വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ല ക്ലിക്ക് കിട്ടുന്ന പോലെ തന്നെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ എന്തായാലും നല്ലൊരു ഓണം ആശംസിക്കുന്ന എല്ലാവർക്കും. ഇന്നൊരു ഓണ ദിവസം, ഓണമൊക്കെ ഇനി വരാൻ പോകുന്നത്. ഇപ്പം ഇന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ ഓണപ്പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള തമ്പനയിലൊക്കെ കൊടുത്ത് വീഡിയോയ്ക്ക് വ്യൂസ് കൊണ്ടുവരാൻ നോക്കുക. കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഏൺ ചെയ്യാൻ നോക്കുക. അപ്പോൾ അതിൽ അടുത്ത വീഡിയോ കാണാം. ബൈ.